മുംബൈയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വൈകുന്നേരത്തെ വിമാനത്തിലാണ് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒന്ന് പകൽ വെളിച്ചത്തിലൊന്ന് കാണണം. പിന്നീട് ഒരു വലിയ കിടില മ്യൂസിയം ഉണ്ട്, ആടെ പോകണം. പറ്റുവാണെങ്കിൽ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കണം. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കിട്ടിയ സംഭവമാണ്. നോക്കുമ്പോൾ അവിടെ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. ഇതാ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതുവഴിയാണ് ശരിക്ക് ഇങ്ങോട്ടേക്ക് പോകേണ്ടത്. അവിടെ സ്കാനറും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഇതുവഴിയല്ല പോയത്. പിന്നെ താജ് ഹോട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ നീളം കെട്ടിടം. ഇന്നലെ ഞാൻ ഇതേ സ്ഥലത്ത് നിന്ന് ഇതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത് പകൽ ഇതിൻ്റെ ഒരു രൂപവും ഭാവവും എല്ലാം മാറി. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാവുന്നത്. മര്യാദക്ക് ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. മൊത്തം ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പറഞ്ഞില്ല, ഫോട്ടോഗ്രാഫറുടെ തിരക്ക് തന്നെ. ഇവിടെ ഇതിനെക്കുറിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതെല്ലാം പകൽ വെളിച്ചത്തിൽ എല്ലാം വ്യക്തമായി കാണാം. മിനിയാന്ന് രാത്രി ഇവിടെ കുറേ ബോട്ടെല്ലാം ഉണ്ടായിട്ടില്ല, അതെല്ലാം പോയി മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എനിക്ക് വേറൊരു ചങ്ങാനും കൂടെ കിട്ടി. നമ്മളെ തലശ്ശേരിക്കാരനൊരു ചങ്ങായി. ഓനും വേറൊരു വിസ ആവശ്യത്തിന് വന്നതാണ്. ഓന് കപ്പലില്ലാന്ന് പണി. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി ഇവിടുത്തെ മ്യൂസിയം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഇല്ലു. മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് ഫോട്ടോ വീഡിയോയിലും എടുക്കാം. ഒരു 50 രൂപ കൊടുക്കണമെന്നില്ലോ. ആ ടിക്കറ്റിലെടുത്ത് നമ്മെ ഉള്ളിൽ കയറി. പുറമേ നിന്ന് കാണാൻ തന്നെ ഒരു വലിയ സംഭവം. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെ ആയിരിക്കും? കുറേ ഉണ്ടാവും തോന്നുന്നു കാണാൻ വേണ്ടി. നമുക്കതിന് സമയം കുറവാണ്. 4 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മതിൻ്റെ ഉള്ളിൽ കയറി. ഇത് ഒരു ഗംഭീര കൊട്ടാരം തന്നെ. പുറത്തന്നെ കുറേ സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ അമ്പലങ്ങളിലെ ശില്പങ്ങളും വിഗ്രഹങ്ങളും. പുറമേ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളിൽ എന്തായിരിക്കും സംഭവം? പാട് സംഭവമുണ്ട് കാണാൻ വേണ്ടി. ഒരു ദിവസം മൊത്തമായിട്ട് കാണാനുള്ള സംഭവമുണ്ട്. വിഗ്രഹങ്ങളും ആഭരണങ്ങളും കുറേ ചരിത്രങ്ങൾ പറയുന്ന സംഭവങ്ങളും. ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട്. അവസാനം എനിക്ക് വീഡിയോ എടുത്തെടുത്ത് മടുത്തു. അത്രയുണ്ട്. കാരണം ഇത് വായിക്കും വേണം, മനസ്സിലാക്കും വേണം. ഓരോ വിഗ്രഹത്തിനെയും ഓരോ ആഭരണത്തിനെയും ഓരോ സംഭവത്തിനെ കുറിച്ചും ആയുധങ്ങളും എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വരുന്നത് ഒട്ടും നഷ്ടമാവില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. മുംബൈയുടെ പഴയകാല ഫോട്ടോസ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരുന്നതിന് മുന്നേ, മറൈൻ ഡ്രൈവ് വരുന്നതിന് മുന്നേ, താജ് ഹോട്ടൽ വരുന്നതിന് മുന്നേ, അങ്ങനെയുള്ള കുറേ ഫോട്ടോസ്. അതൊക്കെ എനിക്ക് ഒരു താല്പര്യമില്ല.
അങ്ങനെ നമ്മൾ തിരക്കിട്ട് ഓടി ഏകദേശം എല്ലാം കണ്ട് പുറത്തിറങ്ങി. പുറത്തും കുറേ കാണാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധൻ്റെ കുറേ പ്രതിമ, ഒരു വലിയൊരു തലയുണ്ട് ബുദ്ധൻ്റെ. നല്ലൊരു ഗംഭീര സംഭവം തന്നെയാണ്. പിന്നെ പല രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന പ്രതിമകളും ശില്പങ്ങളും ഇതെല്ലാം കണ്ടോ. ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സംഭവമാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നെന്തായാലും ചോറ് കഴിക്കണം എന്നുള്ള രീതിയിൽ നമ്മൊരു മലയാളി ഹോട്ടൽ തപ്പിയെടുത്തു. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ടാക്സി കുറേ വെയിറ്റ് ചെയ്തു, ടാക്സി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൊരു തീരുമാനമാക്കി, നടന്നു പോകാമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് കുറച്ചൊരു ധാരണയും വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു മുംബൈ. ഈ പഴയ കെട്ടിടവും ഈ ഒരു കാറ്റും മരവും തണലും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ ആ പണ്ടത്തെ പല സിനിമകളിലും കണ്ടതും വായിച്ചതുമായ ആ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്തായിരിക്കും ഇതിൽ നടന്നിട്ടുണ്ടാവുക. അങ്ങനെ കുറേ വിജനമായതും മരങ്ങൾ നിറഞ്ഞതും കുറേ വഴിയിലൂടെ നടന്നും ഹോട്ടലിലെത്തി. ടേസ്റ്റ് ഓഫ് കേരള. നല്ല വിശപ്പുണ്ട്. നടന്നതിൻ്റെ വിശപ്പ് കൂടിയായി. അങ്ങനെ നമ്മൾ ചോറും മീൻകറി തന്നെ പറഞ്ഞു. ബസവരാജ് പിന്നെ കന്നഡക്കാരനായതുകൊണ്ട് ഏകദേശം നമ്മളെ ഭക്ഷണമെല്ലാം അവന് പിടിക്കും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് സടപടിയിൽ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് വിട്ടു. ഇതൊരു മരണപ്പാച്ചിലാണ്. കാരണം കൃത്യസമയമാണ്. ഒന്ന് വൈകിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ കാര്യം തീരുമാനമാവും. ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഇന്നലെ രാത്രി കണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ പകല് കാണാൻ ഒരു സൗന്ദര്യമില്ല. ആ മുളയും കമ്പും എല്ലാം കുത്തി വെച്ചിട്ട് ആകെ ഒരു വൃത്തികെട്ട സംഭവം. പക്ഷെ ഇന്നലെ രാത്രി ലൈറ്റിലിട്ടപ്പോൾ കിടിലായിരുന്നു. फ्लाइट है पर चेक इन 2 घंटा पहले ही करना पड़ेगा. 4:30 भी എന്താ അറിയില്ല, അങ്ങനെ ഓടിപ്പടച്ച് ഏകദേശം കൃത്യസമയത്തിന് എത്തി. അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് ഫ്ലൈറ്റ് കയറി. അവസാനത്തെ 2 പേരായിട്ട്. വീഡിയോ എടുപ്പ് നിർത്തിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് കാണാം സൂര്യൻ്റെ താഴെ ആ ടെർമിനൽ ബിൽഡിങ്.
ഇങ്ങോട്ട് വന്നത് ഞാൻ ഇൻഡിഗോയിലാണെങ്കിൽ തിരിച്ചു പോകുന്നത് വിസ്താരയിലാണ്. ഇത് കണ്ടോ, രണ്ടാളും ഉണ്ട് ഇവിടെ. പറന്നു വരുന്നു. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്, വയറ്റുന്ന് പൂമ്പാറ്റ പാറൽ എന്ന് പറയുന്ന ഒരു അതേ അവസ്ഥയാണ്. അങ്ങനെ പറന്നു പോയായിരുന്നു. എയർപോർട്ട് ഇവിടുന്ന് കാണാം, റൺവേയും ആ വലിയ ഹൈവേയും. ഇങ്ങോട്ടാണ് ആൾക്കാർ തിങ്ങി താമസിക്കുന്നത്. നേരെ പറക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്, കടലിലേ പോയി എന്നിട്ടാണ് വളഞ്ഞ് തെക്കോട്ടേക്ക് പോകുന്നത്. ഞാൻ ഏകദേശം മൊത്തം ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇതന്നെ പരിപാടി, മേഘവും സൂര്യനും എല്ലാം വീഡിയോ എടുക്കലും. വരുമ്പോൾ എന്തായാലും ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം വരുമ്പോൾ നടുക്കാണ് വരുന്നത്. ഇപ്പം എന്തായാലും എനിക്ക് വിൻഡോ സീറ്റിന് കിട്ടീന്, അതുകൊണ്ട് ആ ഒരു ഇത് ഞാൻ കൃത്യമായിട്ട് മുതലാക്കി. മേഘങ്ങളുടെ പഞ്ഞിക്കെട്ട് ഇതൊരു അടിപൊളി സംഭവം. എന്താ മേഘങ്ങൾ! വരുമ്പം വിശന്നിട്ട് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. വിസ്താരക്കാരെ ഏതായാലും മോശമാക്കിയിട്ടില്ല, കിടിലം ഭക്ഷണമുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെയും താഴെയാണ് ഇപ്പോൾ സൂര്യനുള്ളത്, അസ്തമിക്കാനായി. നോക്കിയേ, മേഘത്തിൻ്റെ ഉള്ളിൽ ആരോ തീയിട്ട പോലെ തന്നെ കാണാൻ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, എൻ്റെ അമ്മോ! പടിഞ്ഞാറൻ ചക്രവാളം തീക്കൊള്ളി കൊണ്ട് വരഞ്ഞ പോലെ. അങ്ങനെ രാത്രിയായി, ശരിക്കിരുണ്ടും. ബാംഗ്ലൂർ എത്തി. ഇത് കാണുന്നത് ബാംഗ്ലൂർ സിറ്റി ഒന്നുമല്ല, ഇത് ഹെസ്രഘട്ട, ഏകദേശം ആ ഭാഗത്തുകൂടിയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പം ലാൻഡ് ചെയ്യുമ്പം പോകുന്നത്. നമ്മുടെ ഫ്ലൈ ഓവർ അങ്ങനെ ഇതാ ലാൻഡ് ചെയ്യാൻ പോകുന്നു. തിരിച്ച് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തു. അടിപൊളി. അപ്പോൾ 2 ദിവസം അടിപൊളിയായിരുന്നു. വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ കണ്ടു, കുറേ അനുഭവങ്ങളുണ്ടായി. ഇപ്പോഴും ബോംബെ എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവമാണ്. പറ്റുമെങ്കിൽ ഒരു 2 ദിവസം നിൽക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്കിപ്പോൾ. എന്തായാലും ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. എന്നാൽ പിന്നെ എൻ്റെ യാത്രകൾ തുടരുകയാണ്. ഇവിടെ മുതലാണ് എൻ്റെ യാത്രകൾ ഇൻ്റർനാഷണൽ ആവാൻ പോകുന്നത്.